കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ കോൺഗ്രസിന്റെ നിയുക്ത എംഎൽഎമാരുടെ അഭിപ്രായം അറിഞ്ഞ എഐസിസി നിരീക്ഷകർ ഇന്ന് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും. ഉദ്ദേശിച്ചതിനേക്കാൾ ഭൂരിപക്ഷം കിട്ടിയെന്നാണ് കെ.സി. പക്ഷത്തിന്റെ അവകാശവാദം. ഘടകകക്ഷികളുടെ പിന്തുണ സതീശന് ലഭിക്കുമ്പോൾ 20-ലേറെ എംഎൽഎമാരുടെ ഭൂരിപക്ഷം ചെന്നിത്തല പക്ഷവും അവകാശപ്പെടുകയാണ്. മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് ഇനി ഹൈക്കമാൻഡിന്റെ തീരുമാനം നിർണായകമാകും. അന്തിമ തീരുമാനത്തിനായി സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഇന്നോ നാളെയോ ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിക്കും. അതേസമയം തന്നെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ മുസ്ലിം ലീഗ് ഇടപെടേണ്ടെന്ന് മാത്യു കുഴൽനാടന്റെ പ്രസ്താവനയിൽ ലീഗിൽ അമർഷവും ശക്തമാകുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വന്ന 4 ദിവസം പിന്നിടുമ്പോഴും കേരളം ഒറ്റ ചോദ്യത്തിന്മേലാണ് നിൽക്കുന്നത്. 3-ൽ ആര് മുഖ്യനാകുമെന്നതാണ് കേരളം ഉന്നയിക്കുന്ന പ്രധാന ചോദ്യമെന്ന് പറയുന്നത്. ഇനിയും കാത്തിരിപ്പ് നീളുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഞായറാഴ്ചയോടെ കേരളം ആര് ഭരിക്കും എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കുമെന്നൊരു പ്രതീക്ഷയാണ് എഐസിസിയുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടാകുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ കോൺഗ്രസിന്റെ നിയുക്ത എംഎൽഎമാരുടെ അഭിപ്രായം അറിഞ്ഞ ശേഷം എഐസിസി നിരീക്ഷകർ ഇന്ന് ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും. ഇന്നലെയാണ് എംഎൽഎമാരും എംപിമാരും ഘടകകക്ഷികളും ഒക്കെയായി നടത്തിയ ചർച്ചകളടക്കം പൂർത്തിയാക്കി കൃത്യമായ വിവരങ്ങളടക്കം ശേഖരിച്ച എഐസിസി നിരീക്ഷകർ തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങിയത്. ഇനി കൂടുതൽ കാര്യങ്ങളിൽ ചർച്ച നടക്കും. ഈ ഒരു റിപ്പോർട്ട് ഇന്ന് ഹൈക്കമാൻഡിന് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും കൂടുതൽ ചർച്ചകളിലേക്ക് അടക്കം കടക്കുക. എന്തായാലും ഈ ഒരു കാര്യത്തിൽ ഉദ്ദേശിച്ചതിനേക്കാൾ ഭൂരിപക്ഷം കിട്ടിയെന്നൊരു അവകാശവാദമാണ് കെ.സി. പക്ഷം ഉന്നയിക്കുന്നത്. ഘടകകക്ഷികളുടെ പിന്തുണ സതീശന് ലഭിക്കുമ്പോൾ 20-ലേറെ എംഎൽഎമാരുടെ ഭൂരിപക്ഷം ചെന്നിത്തല പക്ഷവും അവകാശപ്പെടുകയാണ്. എന്തായാലും 3 പേരാണ് മുഖ്യമന്ത്രി സ്ഥാനത്തായി മുൻപിലുള്ളത്. അതിൽ വി.ഡി. സതീശനെ അനുകൂലിക്കുന്നവരുണ്ട്, പ്രതികൂലിക്കുന്നവരുണ്ട്, കെ.സിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ 20-ലേറെ എംഎൽഎമാരുടെ ഭൂരിപക്ഷം തനിക്ക് ലഭിക്കുമെന്നൊരു അവകാശവാദം ചെന്നിത്തലയുടെ പക്ഷവും ഉന്നയിക്കുമ്പോൾ ആർക്കൊപ്പമാണ് ഹൈക്കമാൻഡ് നിൽക്കുക എന്നത് ഏറെ നിർണായകമാണ്. എന്തായാലും മുഖ്യമന്ത്രി ആരെന്ന ഈ ചോദ്യത്തിന് തീരുമാനം നിർണായകമാകുമ്പോൾ സംസ്ഥാനത്തെ തന്നെ മുതിർന്ന നേതാക്കളെയോ ഇന്നോ നാളെയോ ആയി ഹൈക്കമാൻഡ് ഡൽഹിയിലേക്ക് വിളിപ്പിക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ്, തെരഞ്ഞെടുപ്പിന് മുമ്പായാലും ശേഷമായാലും ഈ നേതാക്കളെ അനുകൂലിച്ച് അവരുടെ അണികൾ തമ്മിലുള്ള ഒരു ഫ്ലെക്സ് യുദ്ധം മുറുകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സംസ്ഥാനത്തുടനീളം. ഇന്നലെ അടക്കം പല സ്ഥലങ്ങളിലും വി.ഡി. സതീശനെയും കെ.സി. വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും അടക്കം പിന്തുണച്ചുകൊണ്ട് ഫ്ലെക്സുകൾ ഉയരുന്ന സാഹചര്യം. ഇന്നലെ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവന് മുന്നിലും കെ.സിയെ അനുകൂലിച്ച ഫ്ലെക്സുകൾ ഉയർന്നിരുന്നു. നാടിനെ നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന ഒരു ടാഗ് ലൈനോടെയാണ് വി.ഡി. സതീശന്റെ ഫ്ലെക്സുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളായി ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിനാൽ കേരളം ഏറെ ചർച്ച ചെയ്യുന്നത് തന്നെയാണ് കേരളം ഇനി ആര് ഭരിക്കുമെന്നത്. 100-ലധികം സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോൾ വി.ഡി. സതീശനാണ് അതിന്റെ അവകാശം എന്നുന്നയിക്കുന്ന ആൾക്കാരും ഒരു പക്ഷത്തുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ കോൺഗ്രസ് അനുഭവിച്ച എല്ലാ വേദനകളെയും അല്ലെങ്കിൽ പ്രതിസന്ധികളെയും മറികടന്ന് കോൺഗ്രസിന് ഇത്രയും വലിയൊരു വിജയം സമ്മാനിച്ചത് പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനാണ്. അതിനാൽ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത, കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യത വി.ഡി. സതീശന് തന്നെയാണ് എന്ന് പറയുന്ന ഒരു പക്ഷം കൂടിയുണ്ട്. എന്നാൽ കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിനെ കൂടി നേരിടേണ്ടി വരുമെന്ന വിമർശനങ്ങളും പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പല കോണുകളിൽ നിന്നും ഉയരുന്ന സാഹചര്യമുണ്ട്. എന്നാൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ വി.ഡി. സതീശന് ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. എന്തായാലും ഹൈക്കമാൻഡിന്റെ തീരുമാനം അത്യന്തം നിർണായകം തന്നെയാണ്. ഇനി ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ നിർണായകമായ ചർച്ചകൾക്ക് ശേഷം കൂടുതൽ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഹൈക്കമാൻഡ് നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം ഞായറാഴ്ചയോടെ കേരളം ആര് ഭരിക്കുമെന്ന് അറിയാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്.